ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു ബൗളിലോട്ട് നമ്മുടെ അച്ചിങ്ങ പയറുണ്ടല്ലോ, അതും കുറച്ച് സാമ്പാർ പൗഡറും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു ബൗൾ ഞാൻ എടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം പയറെടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി സാമ്പാർ പൗഡർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് അത്യാവശ്യം ഒരു വലിയ ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡർ ചേർക്കുന്നുണ്ട്. സാധാരണ ടേബിൾ സ്പൂണിന്റെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂണോളം ഉണ്ടാവുകയെ. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. ഞാൻ എടുത്തേക്കുന്ന അച്ചിങ്ങപ്പയറിന്റെ അനുസരിച്ചിട്ടുള്ള സാമ്പാർ പൗഡർ ആണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. രാവിലെ തൊണ്ടയ്ക്ക് ഒരു കിച്ച് കിച്ചാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പം ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് സാധാരണ ചേർക്കുന്നതിലും കുറച്ചും കൂടി ചേർക്കണം. ഒരു 5-6 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് മിക്സ് ആക്കിയ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ആക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ പയറൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സാമ്പാർ പൊടി തന്നെ മതിയാവും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ സംഭവത്തിന്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ ഇതിലേക്ക്. ഇതൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണേ. പെട്ടെന്ന് ആയി കിട്ടും ഇത്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് വീണ്ടും ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഇതുപോലെ ഇളക്കിയിട്ട് എല്ലാ സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയി വരാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കുകയാണ്. ഇപ്പൊ ദാണ്ട് നമ്മുടെ അച്ചിങ്ങ പയറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് കിട്ടണം. ഇതുപോലെ ഈ ഒരു കളറിൽ എത്തണം കേട്ടോ. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് മുകളിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാളേന്റെ കാൽഭാഗമൊക്കെ ഉള്ളൂ കേട്ടോ. അത് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. സവാള അങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല. ചില സമയത്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർക്കാം, ഇത് ഓപ്ഷനിലാണ്. തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഇല്ല, ഇനിയിപ്പോൾ എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തേങ്ങ ചിരകിയത് കുറച്ച് ചേർത്തതാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഒരുപാട് സമയത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിലേക്ക് ആകെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നല്ല കിഡിലും ടേസ്റ്റിലുള്ള ഒരു മെഴുക്കുരട്ടിന്നോ ഫ്രൈ എന്നോ ഒക്കെ പറയാം, അച്ചിങ്ങ ഫ്രൈ എന്ന് പറയാം. എന്തായാലും ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. Thanks for watching.